പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രഭാതത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ പ്രഭാതം, പുത്തൻ പുലരി ദൈവം നമുക്ക് ദാനം നൽകി തന്നതോർത്ത്, ആയുസ്സിനെ ആരോഗ്യത്തെ നീട്ടി നൽകി തന്നതോർത്ത് ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും ഒപ്പം യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നമ്മളെ യോഗ്യരാക്കി, അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹരാക്കി, നമ്മളെ പരിപാലിച്ച് പുത്രത്വത്തിനും മക്കളെന്ന അവകാശവും പദവിയും തന്ന് നമ്മളെ പരിപാലിക്കുന്ന ദൈവകൃപയ്ക്കായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് ആരംഭിക്കുവാൻ തക്കവണ്ണം ഒരു വേദവചനം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 6 and 7. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഈ വചനം നമുക്ക് പരിചിതമായ വചനമാണ്, പലപ്പോഴും കേട്ടിട്ടുണ്ട്, പലപ്പോഴും പ്രാർത്ഥനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന വചനമാണ്. ആദ്യത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇതിൻ്റെ ഒരു വിരോധാഭാസമായ കാര്യം അല്ലെ രസാവഹമായ കാര്യം എന്ന് പറയുന്നത്, ഈ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറയുന്നത് ഈ മനുഷ്യൻ എഴുതുന്നത് കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ടാണ്. ചെങ്ങലയിൽ കിടന്ന് ജയിലിനകത്ത് കിടന്ന് എഴുതുന്ന ലേഖനമാണ്. അതിനകത്ത് ആ മനുഷ്യൻ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. മാത്രമല്ല, ഈ ഫിലിപ്പിയ ലേഖനം എഴുതുമ്പം ആ ലേഖനത്തിൽ സന്തോഷിപ്പീൻ എന്ന് പിന്നെയും പറയാൻ നിങ്ങളോട് പറയാൻ എനിക്ക് മടിയില്ല, ഞാൻ അത് പറയാൻ മടുത്തു പോകുന്നില്ല എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. അതിൽ ആ ലേഖനത്തിൽ തന്നെ പറയുന്നു, അങ്ങനെ ഒന്നിനാലും പൗലോസ് അപ്പോസ്തലൻ ലജ്ജിച്ചു പോകുന്നില്ല. പിന്നെ പറയുന്നു, എല്ലാം ചപ്പും ചവറും, ലാഭമായിരിക്കുന്നതൊക്കെയും ഛേദമെന്ന് തന്നെ, ചപ്പും ചവറുമെന്ന് തന്നെ ഇരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിന് ബദ്ധനായി കാരാഗ്രഹത്തിൽ കിടക്കുന്ന ആ പൗലോസ് അപ്പോസ്തലൻ ആ ലേഖനത്തിന്റെ കൺക്ലൂഡിങ്ങിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ അവസാനം കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗത്തെത്തുമ്പോൾ, ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് ആ ദൈവഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പറയുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇവിടെ ഒരു വ്യക്തമായ ഒരു കാര്യം പറയാം. കാരണം വിചാരപ്പെടരുത് എന്ന് പറയാൻ യോഗ്യനായ മനുഷ്യനാണ് ഈ പറയുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന ആരും കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നില്ല. ഈ സന്ദേശം കേൾക്കുന്ന ആരും ചെങ്ങലക്കിട്ട് ഇടപെട്ടിട്ടില്ല. ഈ സന്ദേശം കേൾക്കുന്ന ആരും സുവിശേഷ നിമിത്തമായി ബദ്ധരായി പിടിക്കപ്പെട്ടിട്ടില്ല. ഈ സന്ദേശം കേൾക്കുന്ന ആരും അടികൊള്ളുകയോ കർത്താവിന് വേണ്ടി അത് ഒരുപാട് ഉപദ്രവിക്കപ്പെടുകയോ മാറ്റി നിർത്തപ്പെടുകയോ ഒറ്റപ്പെടുകയോ ചെയ്തിട്ടില്ല. ഇനി ഇപ്പൊ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ജയിലിൽ കിടക്കുകയോ ഒരു പ്രാവശ്യം അടികൊള്ളുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ആ ചെറിയ നൊടി നേരത്തേക്കുള്ള ലഘു സങ്കടം അനവധി തേജസ് നിത്യഘനമാകാൻ വേണ്ടി മാത്രമാണ്. അപ്പോ ഈ വചനം പറയുമ്പോൾ പറയാൻ യോഗ്യനായ ഭക്തനായ ഒരു മനുഷ്യനാ പറയുന്നത്. കാരണം ജയിലിനകത്ത് കിടന്ന് എത്ര പ്രാവശ്യമെന്നറിയില്ല, 4 ലേഖനങ്ങൾ കാരാഗ്രഹത്തിനകത്ത് തന്നെ കിടന്ന് എഴുതിയതാ. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നു, ആപത്തുകളുടെ എണ്ണം, കരയിലുള്ള കള്ള സഹോദരന്മാരുള്ള ആപത്ത്, പിന്നെ പട്ടിണി, പൈതാഹം, അതെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് എഴുതി. കോലുകൊണ്ടുള്ളടി, ചാട്ടവാറടി എല്ലാം എഴുതിയിട്ട് പൗലോസ് അപ്പോസ്തലൻ ആ യാതനയും ത്യാഗവും ദൈവത്തിന് വേണ്ടി നിന്ന കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ഏറ്റവും അവസാനം ആ മനുഷ്യൻ പറയുന്ന വാക്ക്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന യാതൊരു കാര്യത്തിലും പൗലോസ് അപ്പോസ്തലൻ വിചാരപ്പെടുന്നില്ല. ഇന്ന് ഈ വചനം കേൾക്കുമ്പോ കുഞ്ഞെ, നിന്റെ ഒരു ചെറിയ കാര്യം, നിന്റെ ആ ഫീസിന്റെ കാര്യം, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ബ്ലോക്ക് വന്നു, ഒരു ജോലിയുടെ കാര്യം, ഒരു വീടിന്റെ കാര്യം, ഒരു ബാങ്ക് ലോണിന്റെ കാര്യം, ഇതൊക്കെയാ നമ്മുടെ വലിയ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഒരു വാഹനത്തിന്റെ കാര്യം, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല, ഇതൊക്കെയാ വലിയ കാര്യങ്ങൾ. എന്നാൽ ഇന്ന് പ്രഭാതത്തില് ഈ സന്ദേശം കേൾക്കുന്ന സമയത്ത് കുഞ്ഞെ ഒന്ന് ചിന്തിച്ചേ. പൗലോസ് അപ്പോസ്തലൻ പറയാ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വിചാരത്തിന്റെ ആഴത്തിൽ അടിത്തട്ടിൽ, അതേ ഏറ്റവും ഉന്നത സ്ഥാനത്തിരുന്നവൻ ജയിലിൽ കിടക്കുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറയും, ഏതൊക്കെ അപവാദങ്ങൾ ഉണ്ടാകും, ഏതൊക്കെ അപമാനങ്ങൾ ഉണ്ടാകും, ഇതിന്റെ എല്ലാം നടുവിൽ കിടക്കുന്ന ആ മനുഷ്യൻ പറയുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ
കുഞ്ഞെ, നീ ഇത് ഹൃദയത്തിനകത്താ വാക്കുന്നെടുത്തേ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. വിചാരപ്പെടാതിരിക്കാൻ ഒരു കാരണമുണ്ട്. സാധാരണഗതി വിചാരപ്പെടാതിരിക്കാൻ പറ്റത്തില്ല. ചിന്തിക്കും, ടെൻഷനാകും, സ്ട്രെസ് ഉണ്ടാകും. ഉണ്ടാകാതിരിക്കാൻ ഒരു കാരണം, ഒരു കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. വാക്കിങ്ങനെ, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത്. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത്. ഹല്ലേലൂയ. ഇനി വചനത്തിനകത്തേക്ക് ഒന്ന് വന്നേ. ഈ വചനത്തിനകത്തേക്ക് നമ്മുടെ കാതുകളൊന്ന് കുറിപ്പിച്ചേ, ഒന്ന് ഹൃദയം കൊടുത്തേ. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വർഗത്തിലെ ദൈവത്തോട് അറിയിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കർത്താവിനോട് പറയുന്നത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് അറിയിക്കുക. ദൈവത്തോട് നമ്മുടെ പ്രാർത്ഥനയും അപേക്ഷയും അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീയാ. ഹല്ലേലൂയ. വീട്ടിലൊരു കാര്യമുണ്ടായി, കുറച്ച് ആവശ്യങ്ങളുണ്ട്, കുറച്ച് അത്യാവശ്യം. അമ്മ പറഞ്ഞു കുറച്ച് ആവശ്യങ്ങളുണ്ട്, മക്കളുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പൊ അപ്പൻ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ മൂത്ത മകൻ പറഞ്ഞു, ഞാൻ പോയി സിറ്റി നോക്കിയിട്ട് വരാം. കുറച്ച് സാധനങ്ങൾ തീർന്നുപോയി. ഉച്ചയ്ക്ക് ചോറ് വെക്കാനില്ല, ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പൊ സാധനങ്ങളില്ല, എല്ലാം തീർന്നുപോയി. പിന്നെ പരിസരത്ത് നിന്ന് കുറച്ച് പദ്ധതികൾ, ലോണിന്റെ പദ്ധതികൾ, അതിന്റെ പേപ്പറൊക്കെ വരുന്നു. ഇനി അത് മാത്രമല്ല, അയൽവക്കത്തെ ആൾ വന്ന് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അപ്പനുണ്ടാക്കി വെച്ച ഏതോ ഒരു കടവും ബാധ്യതയായിട്ട് ആരൊക്കെയോ ആളുകൾ വരും. എല്ലാം കൂടെ ആയിട്ട് കുഴഞ്ഞു മറിഞ്ഞ് നിൽക്കുക. അപ്പൊ ഈ ആവശ്യങ്ങള് ഇത്രയും ആവശ്യങ്ങളും കാര്യങ്ങളുമായിട്ട് അമ്മയുടെ മക്കളെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നോക്കി നിൽക്കുമ്പോ അമ്മയും മക്കളും പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗസ്റ്റ് വരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാകും? അത്യാവശ്യം ചോറ് വെക്കാൻ പോലും ഇവിടെ അരിയുമില്ല, എന്ത് ചെയ്യണം? അങ്ങനെ ഇരിക്കുമ്പോ ഈ മനുഷ്യൻ ഈ മൂത്ത മകൻ പറഞ്ഞു, ഞാൻ അപ്പനെ പോയി സിറ്റി നോക്കിയിട്ട് വരാം. ഈ പയ്യൻ മൂത്ത മകൻ അപ്പനെ പോയി നോക്കി, അപ്പനെ പോയി കണ്ടു. അപ്പനെ കണ്ടപ്പോ അപ്പൻ പറഞ്ഞു, എന്താ കുഞ്ഞേ? അപ്പനോട് പറഞ്ഞു, അപ്പൊ ആകെ പ്രശ്നമാ. എന്താ കുഞ്ഞേ പ്രശ്നം? ലോണുകാർ വന്ന് നിൽക്കുന്നു, ബാങ്കിന്റെ പ്രശ്നങ്ങൾ, അപ്പൻ കടം കൊടുക്കാനുള്ള ആളുകൾ, ഗസ്റ്റ് വരുന്നു, എല്ലാം കൂടെ തകിടം പറഞ്ഞ് ആകെ. മോനെ സമയം എത്രയായി? അവൻ പറഞ്ഞു, ഇപ്പോൾ സമയം ഒരു 7, 8, 10 മണിയായി. 10 മണി സമയമായി. എത്ര മണിക്കാ ഗസ്റ്റ് വരുന്നത്? 1 മണിക്ക്. ആളുകളോട് അവരോട് പറ, ശാന്തമായിരിക്കാൻ പറ, അപ്പൻ വരുന്നുണ്ട്, പരിഹരിക്കുമെന്ന് പറ. അപ്പൻ 1:30 മണിയാകുമ്പോൾ വീട്ടിൽ വന്ന് പരിഹരിക്കുമെന്ന് അവരോട് പറ. ശാന്തമായിരിക്കാൻ പറ, അപ്പൻ വരുന്നുണ്ട്, ഇന്ന് അപ്പൻ വരുമെന്ന് പറ. ഈ മൂത്ത മകൻ ഓടി വന്ന് വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു, അപ്പൻ വരുമെന്ന് പറയാൻ പറഞ്ഞു. അത് മതി. ആളുകളോട് പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യുകയോ മാറി നിൽക്കുകയോ പോയിട്ട് വരികയോ എന്തെങ്കിലും ചെയ്യാം. എൻ്റെ അപ്പൻ വരുന്നു, ഭർത്താവ് വരുന്നു, എൻ്റെ അപ്പൻ വരുന്നു, മക്കളുടെ അപ്പൻ ഇവിടെ വരിക. ഇന്ന് 1:30 മണിയാകുമ്പോൾ വരും. നിങ്ങൾ ആരും ബഹളം വെക്കണ്ട. ആ അമ്മയ്ക്കും മക്കൾക്കും അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വിചാരവും പോയി. വിചാരം മുഴുവൻ അപ്പന്റെ മേലിട്ടു. അപ്പൻ വന്നാൽ പ്രശ്നമില്ല. ഇന്ന് ഭൂമിയിലെ ഉലകത്തിലെ ഒരു അപ്പനല്ല, സ്വർഗീയ അപ്പൻ വരിക. സ്വർഗീയ അപ്പന്റെ കയ്യിലേക്ക് നിന്റെ കാര്യങ്ങൾ കൊടുത്തേ. പ്രാർത്ഥനയാലും അപേക്ഷയാലും ഓടിച്ചെന്ന് അപ്പനെ കണ്ട് അപ്പനോട് പറ, ഇങ്ങനെ കാര്യങ്ങളുണ്ട്, എന്താ ചെയ്യണ്ടേ? അപ്പൻ പറയുന്നു, അപ്പൻ ഏറ്റെടുത്തു, അപ്പൻ വരുന്നു. അപ്പൻ നിന്റെ വീട്ടിൽ വരുന്നു, അപ്പൻ നിന്റെ സാഹചര്യത്തിനകത്ത് ഇറങ്ങി വരുന്നു, അപ്പൻ നിന്റെ പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വരുന്നു. അപ്പൻ വന്നാൽ മതി, കാര്യങ്ങൾ മുഴുവൻ സെറ്റിലായി. പിന്നെ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാ പറയുന്നത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. സകലത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. അവിടെ തീർന്നു. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അവിടെയാ. ബുദ്ധിപരമായി ചിന്തിച്ചു, ഇവരെ ഒഴിവാക്കണം, മറ്റവരെ ഒഴിവാക്കണം, ഈ വഴി കൂടെ പോയാൽ അവര് കാണും, മറ്റേ വഴി കൂടെ. ഇങ്ങനെ ബുദ്ധിപരമായി ഒത്തിരി കാര്യങ്ങൾ ഇല്ല. സകല ബുദ്ധിയെയും കവിയുന്നൊരു ദൈവസമാധാനം ഈ അപ്പൻ നിനക്ക് തരും കുഞ്ഞെ. ഈ അപ്പൻ നിനക്ക് തരും. കർത്താവ് നിനക്ക് തരും. നിലവുകളെയും നിന്റെ ചിന്തകളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുന്ന ആ അപ്പൻ. ലെങ്തിയായത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാം ആ പ്രാർത്ഥനയാൽ അപേക്ഷയാൽ കർത്താവിനെ അറിയിക്കത്ര വേണ്ട. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ജനത്തിന് കൈമാറുന്നു. വിചാരപ്പെടുന്നതിനെ മാറ്റി വിചാരപ്പെടാതിരിക്കാൻ തക്കവണ്ണം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
ദൈവകരം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ഒരു സാന്നിധ്യം കൊണ്ട് മറയ്ക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിക്കും, ആത്മാവിൽ ബലപ്പെടുത്തും, തൃക്കരങ്ങളിൽ സമർപ്പിക്കും. രക്തത്തിന്റെ മുദ്രയിലും കൃപ വ്യാപരിക്കും. ആത്മാവിൽ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോടും പ്രാർത്ഥനയോടും കൂടി അറിയിക്കുമ്പോൾ അവിടുന്ന് അത് കേൾക്കുകയും ഉത്തരവഹിക്കുകയും ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കിട്ടിയാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകരം കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ പറയപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.